സ്വർഗീയാനുഗ്രഹങ്ങളുടെ പുഷ്പവൃഷ്ടി. സ്വർഗത്തിലെ എൻ്റെ വാസം ഭൂമിയിൽ ചിലവഴിക്കുമെന്നും അനുഗ്രഹങ്ങളുടെ പൂമഴ പെയ്യിക്കുമെന്നും വാഗ്ദാനം ചെയ്ത കൊച്ചരേസ്യ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മരിച്ച അന്ന് മുതൽ ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തി അനുഭവങ്ങളും ഉണ്ടായി. വളരെ ദൂരെ നിന്ന് പോലും അവളുടെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ലിസ്യുവിൽ ആളുകൾ വന്നു. 1912 ഡിസംബർ 10 കൊച്ചരേസ്യയുടെ ലിഖിതങ്ങൾ പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചു. കുരിശിൻ്റെ ചാൾസ് എന്ന വൈദിക വിദ്യാർത്ഥിക്ക് ക്ഷയരോഗത്തിൽ നിന്നുള്ള മോചനം, തിരുഹൃദയ സാധു സഹോദര സംഘത്തിലെ അംഗമായിരുന്ന ഗബ്രിയേല തിബൂസിന് കടുത്ത ക്ഷയരോഗത്തിൽ നിന്നുള്ള മോചനം, മരിയ പെല്ലമാൻസ് എന്ന യുവതിക്ക് ലഭിച്ച ക്ഷയരോഗ വിമുക്തി ഇവ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും കൊച്ചുത്രേസ്യയുടെ വിശുദ്ധീകരണത്തിനുള്ള സാക്ഷ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. 10-ാം പീസ് മാർപ്പാപ്പ 1910 ജൂൺ 10 കൊച്ചുത്രേസ്യയുടെ നാമകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. 1921 ഓഗസ്റ്റ് 14 ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ ധന്യ എന്ന് നാമകരണം ചെയ്തു. സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും കുറുക്കുവഴി തിരുസഭ മുഴുവനുമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് മാർപ്പാപ്പ ഒരു സന്ദേശം നൽകുകയും ചെയ്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.